ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാസ്ലിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. നമുക്കെല്ലാം പെർഫ്യൂം യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. പെർഫ്യൂം യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. വലിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാസ്ലിൻ വെച്ചിട്ടൊരു കാര്യം ചെയ്താലോ? വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വാസ്ലിൻ്റെ ഉപയോഗത്തെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഈ ഒരു വാസ്ലിനിൽ നിന്ന് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാസ്ലിൻ ഒരു സ്പൂണിലേക്ക് എടുക്കുക. ഇത്രയും വാസ്ലിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെഴുകുതിരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടായാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ മെഴുകുതിരിയുടെ മുകളിൽ ഈ ഒരു സ്പൂൺ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ഉരുകി കിട്ടാൻ തുടങ്ങും. ഇതുപോലെ ഉരുകി കിട്ടും. ഇതുപോലെ വെള്ളം പോലെ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കണം. ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലിപ് ബാമൊക്കെ യൂസ് ചെയ്തതിൻ്റെയോ എന്തെങ്കിലും ക്രീമൊക്കെ വാങ്ങിയതിൻ്റെയോ ആ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് ഈ വാസ്ലിൻ ഇതുപോലെ ഒഴിക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു വാസ്ലിൻ ഈ ഒരു കണ്ടെയ്നറിലേക്ക് എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള പെർഫ്യൂം അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള പെർഫ്യൂം ഏതെങ്കിലും നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂം എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പെർഫ്യൂമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർഫ്യൂം ഈ ഒരു കണ്ടെയ്നറിനുള്ളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു 3-4 പ്രാവശ്യം സ്പ്രേ ചെയ്യുക. കുറച്ച് നല്ല രീതിക്ക് സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്യണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ 2-3-4 പ്രാവശ്യം ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവും. അതിന് ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ വാസ്ലിൻ്റെ ആ പഴയൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇതെത്തും. സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു മിക്സ് അതിപ്പം കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം വാസ്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വലിയ ബോട്ടിലൊന്നും കൊണ്ടുപോകണ്ട. ഈ ഒരു ചെറിയ കണ്ടെയ്നർ മാത്രം കൊണ്ടുപോയാൽ മതി. ഇതിപ്പോൾ എടുക്കുമ്പോൾ അതേ പഴയ പോലെ വാസ്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിന് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈയുടെ വ്രിസ്റ്റ് ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി. അതാകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഇരിക്കുന്നവർ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുന്നതും കാണില്ല. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇത് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ നല്ല മണമായിരിക്കും. അപ്പോൾ പെർഫ്യൂം നമുക്ക് വീണ്ടും വീണ്ടും സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യേണ്ട. ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലായിട്ടോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കണ്ടാ